Hello guys, welcome back to the video. In this video, under 15,000 rupees in 5 best smartphones. Video like this video channel subscribe and side the bell icon press video like video. This smartphone is Poco X6 Neo. Now, we specifications display 6.67 inches Full HD plus AMOLED display 120 Hz refresh rate 1000 Hz peak brightness. Bezels slimmest phone ആണ് പിന്നെ പഞ്ച് ഹോളിലാണ് വരുന്നത് അതൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ പോക്കോയുടെ X6 Neo നോക്കാവുന്നതാണ് പിന്നെ ഇവിടെ വരുന്ന പ്രോസസർ എന്ന് പറയുന്നത് MediaTekന്റെ Dimensity 6080 ആണ് അപ്പോൾ ഒരു നോർമൽ പെർഫോമൻസും ഇവിടെ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു ചിപ്സെറ്റ് ആണ് ഓക്കേ ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 108 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത് 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് ഷൂട്ടറും ആണ് കൊടുത്തിരിക്കുന്നത് 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് 1080p 30 fps വരെ നിങ്ങൾക്ക് ഈ സ്മാർട്ട്ഫോണിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ക്യാമറ പെർഫോമൻസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ന്റെ ബാറ്ററിയാണ് വരുന്നത് 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 ആണ് വരുന്നത് IP54 സിംഗിൾ സ്പീക്കർ ആണ് വരുന്നത് ബൈ നമ്മുടെ Dolby Atmos സൈഡ് മൗണ്ടഡ് ഫിംഗർപ്രിന്റ് സ്കാനർ 3.5mm ഓഡിയോ ജാക്ക് LPDDR4X plus UFS 2.2 Yes, അപ്പോൾ ഈ സ്മാർട്ട്ഫോണിന്റെ 12 plus 256GB ROM വേരിയന്റ് 15,999 rupees ആണ് അപ്പോൾ 60,000 rupeesന് ഈ ഒരു സ്മാർട്ട്ഫോൺ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഒരു നോർമൽ പെർഫോമൻസിനും ഒരു നല്ല ഡിസൈൻ ഒക്കെ നോക്കി എടുക്കാനാണെങ്കിൽ ഒരു സ്ലിമ്മസ്റ്റ് ഫോൺ പിന്നെ ഒരു ബെസൽസ് ഒക്കെ കുറഞ്ഞ ഒരു സ്മാർട്ട്ഫോൺ പിന്നെ ഒരു പഞ്ച് ഹോളുള്ള ഡിസ്പ്ലേ അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു സ്മാർട്ട്ഫോണിനെ പറ്റി പറയാം അപ്പോൾ നമുക്ക് അടുത്ത സ്മാർട്ട്ഫോണിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ സ്മാർട്ട്ഫോൺ എന്ന് പറയുന്നത് iQവിൻ്റെതാണ് iQ Z9X അല്ലെങ്കിൽ വിവോ T3X Lite അപ്പോൾ കുറച്ചും കൂടെ പെർഫോമൻസിനൊക്കെ ആണെങ്കിൽ നമ്മുടെ iQ Z9X ആയിരിക്കും കുറച്ചും കൂടെ ഒരു നല്ല ചോയ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത് പഞ്ച് ഹോളിലാണ് പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് 1000 Hz പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെയാണ് വരുന്നത് സോ കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ കിട്ടും പിന്നെ AMOLED ഡിസ്പ്ലേ അല്ല LCD ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പോൾ AMOLED ഡിസ്പ്ലേ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ വേറെ സ്മാർട്ട് ഫോൺസ് ഒക്കെ ഉണ്ട് ഓക്കെ ഇനി പ്രോസസ്സറിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗന്റെ 6 Gen 1 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത് സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നല്ല പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത് പ്ലസ് 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് ഷൂട്ടർ OISന്റെ സപ്പോർട്ടൊന്നുമില്ല പിന്നെ 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത് 4K 30 fps വരെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും സോ ഒരു നല്ല വീഡിയോ ക്വാളിറ്റി ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ന്റെ ബാറ്ററിയാണ് വരുന്നത് 44 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് പിന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 ആണ് വരുന്നത് സൈഡ് മൗണ്ടഡ് ഫിംഗർപ്രിന്റ് സ്കാനർ 3.5mm ഓഡിയോ ജാക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് LPDDR4X plus UFS 2.2 അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 6 plus 128GB ROM വേരിയന്റ് 14,499 rupees ആണ് ഈ ഒരു അണ്ടർ 50K ഒരു നല്ല ക്യാമറ ക്വാളിറ്റി ഒരു നല്ല പെർഫോമൻസ് അതൊക്കെ നോക്കാനാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി അതൊക്കെ നോക്കാനാണെങ്കിൽ നമ്മുടെ വിവോയുടെ വിവോ T3X Lite അല്ലെങ്കിൽ നമ്മുടെ iQവിന്റെ Z9X നോക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കാം ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.5 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത് ഇവിടെയും പഞ്ച് ഹോളിലാണ് വരുന്നത് പിന്നെ 120 Hzന്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ് അതായത് ഇങ്ങനെ റിഫ്രഷ് റേറ്റ് മാറിക്കൊണ്ടിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekന്റെ Dimensity 7025 എന്ന് പറയുന്ന പ്രോസസറാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ MediaTek Dimensity 7020യുടെ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ ആണ് സോ ഒരു നല്ല പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും പിന്നെ LCD ഡിസ്പ്ലേ ആണ് വരുന്നത് നമ്മുടെ AMOLED ഡിസ്പ്ലേ അല്ല ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത് 8 മെഗാപിക്സലിന്റെ മാക്രോ പിന്നെ 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ ഫുൾ HD 60 fps വരെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും 4K ഒന്നും സപ്പോർട്ട് അല്ല ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ന്റെ ബാറ്ററിയാണ് വരുന്നത് 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് നമ്മുടെ Android 14 ആണ് വരുന്നത് സൈഡ് മൗണ്ടഡ് ഫിംഗർപ്രിന്റ് സ്കാനർ 3.5mm ഓഡിയോ ജാക്ക് IP52 പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് നമ്മുടെ Dolby Atmosന്റെ ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 6 plus 128GB ROM വേരിയന്റ് 14,604 rupees ആണ് യെസ് കൊള്ളാം എന്തായാലും അണ്ടർ 50K അല്ല അപ്പോൾ ഈ ഒരു അണ്ടർ 50K ഒരു നല്ല പെർഫോമൻസ് കുഴപ്പമില്ലാത്തൊരു ക്യാമറ ഒരു നല്ല ഡിസ്പ്ലേ ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ മോട്ടോ G64 പരിഗണിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത സ്മാർട്ട് ഫോണിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് CMFൻ്റെതാണ് CMF Phone 1 ബൈ നമ്മുടെ നത്തിങ് അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് നമുക്ക് പാനൽ മാറ്റാൻ പറ്റും പാനൽ മാറ്റി ഇഷ്ടമുള്ള പാനലൊക്കെ ഇടാൻ പറ്റും സ്ക്രൂ ഇട്ട് അടുത്ത് വയ്ക്കുക സ്ക്രൂ ഇട്ട് അടുത്ത് വയ്ക്കുക അത്രേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ ബാക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത് 120 Hzന്റെ റിഫ്രഷ് റേറ്റ് ആണ് 2000 Hzന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekന്റെ Dimensity 7300 ആണ് സോ ഒരു നല്ല പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിൽ കിട്ടും ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് IMX882 പ്ലസ് 2 മെഗാപിക്സലിന്റെ ഒരു ക്യാമറയും പിന്നെ 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത് 4K 30 fps വരെ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും
പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്, 33 വാട്ട്സിന്റെ ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ സ്മാർട്ട് ഫോണിന്റെ 6+ 128GB ROM വേരിയന്റ് 15,999 rupees ആണ്. പിന്നെ ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് ചാർജർ ഒന്നും വരില്ല, അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ സ്മാർട്ട് ഫോൺ, നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും കിടിലമായ സ്മാർട്ട് ഫോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മുടെ റിയൽമിയുടേതാണ്, റിയൽമി P1. 6.7 ഇഞ്ചസിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്, 120 Hz റിഫ്രഷ് റേറ്റ് ആണ്, പിന്നെ 1200 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയാടെക്കിന്റെ Dimensity 7050 ആണ്. അപ്പോൾ ഒരു നല്ല പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഈ ഒരു അണ്ടർ 50K ഒരു നല്ല പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോണാണ് നമ്മുടെ റിയൽമി P1. പിന്നെ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്, OIS സപ്പോർട്ടൊന്നും ഇല്ല, പ്ലസ് 2 മെഗാപിക്സലിന്റെ ഒരു ക്യാമറയും പിന്നെ 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. 4K വീഡിയോസ് ഒക്കെ ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. 5000 mAh ബാറ്ററിയാണ് വരുന്നത്, 45 വാട്ട്സിന്റെ ചാർജിംഗ് ആണ്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്, IP54 ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, LPDDR4X പ്ലസ് UFS 3.1. അപ്പോൾ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ സ്മാർട്ട് ഫോണിന്റെ 6+ 128GB ROM വേരിയന്റ് 15,985 rupees ആണ്. ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്, ഒരു ബെസ്റ്റ് ക്യാമറ ക്വാളിറ്റി, ഒരു ബെസ്റ്റ് പെർഫോമൻസ്, ഒരു നല്ല ഡിസ്പ്ലേ സ്മാർട്ട് ഫോണിൽ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 50,000 rupeesന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ അതിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതുപോലത്തെ ടെക് വീഡിയോസിന് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, പിന്നെ സൈഡത്തെ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.